കോട്ടയത്ത് ഇപ്പോൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. കോട്ടയം അനശ്വര തിയേറ്ററിലാണ് നടക്കുന്നത്. ഫെബ്രുവരി 20 മുതൽ 26 വരെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട 2 മലയാളം സിനിമകൾ, അതിലൊന്ന് കഴിഞ്ഞ വർഷം തിയേറ്ററിൽ തന്നെ റിലീസായിട്ട് പിന്നെ OTT റിലീസായിട്ടും ഞാൻ കാണാതെ പോയൊരു പടമാണ്. മറ്റൊന്ന് തിയേറ്ററിലൊന്നും ഇതുവരെ റിലീസായിട്ടുമില്ല. സോ എബ്, പ്രൈവറ്റ്, ഈ 2 മലയാളം സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോ. ദീപക് ഡിയോൺ സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ്, മീനാക്ഷി അനൂപ് എന്നിവർ പ്രധാന വേഷത്തിൽ വന്ന പ്രൈവറ്റ് എന്ന പടത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഇതൊരു റോഡ് മൂവിയാണ്. അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന പടമാണ്. തുടക്കത്തിൽ കുറച്ച് ക്ലീഷയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തോന്നിയെങ്കിലും പിന്നീട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയ ഒരു സിനിമയായിരുന്നു. പടം അത്യാവശ്യം ത്രില്ലിംഗും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിക്കാൻ ശ്രമിച്ച ഒരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിൽ നിന്നും നല്ല രീതിയിലുള്ള കട്ടും മ്യൂട്ടും ഒക്കെ പടത്തിന് കിട്ടിയായിരുന്നു. ഫെസ്റ്റിവൽ കാണിച്ചതും സെൻസർ കഴിഞ്ഞിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. മുസ്ലിം എന്ന് പറയുന്ന ഒരു ഭാഗം മ്യൂട്ടാക്കിയത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഈ കട്ട് ചെയ്ത വേർഷനും ആവശ്യത്തിന് ഇഫക്റ്റീവ് തന്നെയായിരുന്നു. പടത്തിലെ മെയിൻ പോസിറ്റീവുകളിൽ ഒന്ന് ലീഡ് റോളിൽ വന്ന ഇന്ദ്രൻസിന്റെയും മീനാക്ഷി അനൂപിന്റെയും കിടു പെർഫോമൻസ് ആണ്. ഇന്ദ്രൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന റോളുകളെല്ലാം തന്നെ ഗംഭീരമാണ്. ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തവുമാണ്. ഏത് റോളും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. അധികം വയ്യാതെ തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പടത്തിന് നാഷണൽ അവാർഡൊക്കെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, പൊളിറ്റിക്സ് ഒക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ. പക്ഷേ ഈ പടത്തിലെ ശരിക്കും സർപ്രൈസിംഗ് എന്ന് പറയാവുന്ന പ്രകടനം മീനാക്ഷി അനൂപിന്റേതായിരുന്നു. അക്ഷിത ബീഗം എന്ന റോള് വളരെ കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള, സ്ട്രോങ് ആയ നിലപാടുകളുള്ള ഒരു മലപ്പുറത്തുകാരി പെണ്ണിനെ കലക്കനായിട്ട് തന്നെ മീനാക്ഷി ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സിനിമ മുഴുവനും പുള്ളിക്കാരുടെ ഒപ്പം ഒരു യാത്ര പോലെയാണ് ഫീൽ ചെയ്യുക. മറ്റു കുറച്ച് കഥാപാത്രങ്ങൾ കൂടി ഉണ്ടെങ്കിലും അവർക്കൊന്നും വലിയ സ്ക്രീൻ സ്പേസ് പടത്തിലില്ല. അതിൽ ഓർത്തിരിക്കാവുന്നത് അന്നു ആന്റണിയുടെ വേഷമായിരുന്നു. ടെക്നിക്കലി പടം നല്ലതാണ്. ക്യാമറ, വിഷ്വലുകളൊക്കെ നൈസ് ആയിരുന്നു. റോഡ് മൂവി ആയതുകൊണ്ട് തന്നെ കർണാടകത്തിന്റെ പ്രത്യേകിച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഫൈസൽ അലിയാണ് ക്യാമറ. ഈ സിനിമ പക്ഷേ എല്ലാവരുടെയും കപ്പിച്ചായല്ല. പടം സ്ട്രോങ് ആയിട്ടുള്ള റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനെതിരെ സംസാരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് പടം വളരെ ബുദ്ധിമുട്ടായിരിക്കും കണ്ടിരിക്കാൻ. പടം റിലീസായ സമയത്ത് ഒരു നല്ല പ്രൊമോഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തിയേറ്ററിൽ വന്നു പോയതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരിക്കില്ല മിക്കവരും. താല്പര്യമുള്ളവർക്ക് ഏതായാലും പടം ഇപ്പോൾ മനോരമ മാക്സിൽ കാണാൻ പറ്റും. അടുത്തത് ജിയോ ബേബി കാതൽ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത എബ് എന്ന പടമാണ്. ജിയോ ബേബി തന്നെയാണ് പടത്തിൽ നായകനായിട്ട് വന്നിരിക്കുന്നത്. ദിവ്യപ്രഭ, ജിതിൻ പുത്തഞ്ചേരി തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. ലൈഫിൽ എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന, അങ്ങനെ കാണുന്ന ആദർശിന്റെയും ഭാര്യ മരിയയുടെയും കഥയാണ് ഈ പടം പറയുന്നത്. വളരെ പുരോഗമന ചിന്താഗതിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ആദർശിന് മരിയയുടെ പുതിയൊരു ആൺ സുഹൃത്ത് അവരുടെ ലൈഫിലേക്ക് വരുന്നതോടെ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള മാറ്റങ്ങളാണ് സിനിമ പറയുന്നത്. നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. റിലേഷൻഷിപ്പിലുള്ള മിക്ക ആൾക്കാർക്കും ഇതിലെ പ്രശ്നങ്ങൾ, ആദർശിന്റെ പ്രശ്നങ്ങൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ആദ്യം തന്നെ പറയാനുള്ള സിനിമ സ്ട്രിക്ട്ലി 18+ ആണ്. കുടുംബത്തോടൊപ്പം, മീൻസ് കുട്ടികൾ അച്ഛനമ്മമാരോടൊക്കെ ഒപ്പം കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല ഇത് എന്നുള്ളതാണ്. ലൈംഗികത, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ സിനിമയുടെ ഒരു പ്രധാന വിഷയമാണ്. ഈ എബ് എന്ന വാക്കിന് അർത്ഥം തന്നെ വേലിയിറക്കം അല്ലെങ്കിൽ പിൻവാങ്ങൽ എന്നൊക്കെയാണ്. തന്റെ മോഡേൺ ചിന്താഗതികളിൽ നിന്നുള്ള ആദർശിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന പിൻവാങ്ങലാണ് ഈ പടം എന്ന് വേണമെങ്കിലും പറയാം. എനിക്ക് അത്ഭുതം തോന്നിയത് ഒരു നടൻ എന്ന നിലയിൽ ജിയോ ബേബിയുടെ കിടലും പ്രകടനം കണ്ടിട്ടാണ്. നല്ല കിടുവായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. പടവും വളരെ ബോൾഡാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറും ബോൾഡാണ്. വളരെ അൺകൺവെൻഷനുമാണ് രണ്ടും. ജിയോ ബേബി ഇമോഷണൽ ആകുന്ന ഭാഗങ്ങളിലൊക്കെ ഡയലോഗ് ഡെലിവറി, ആ ഒരു ഇടറിയ ശബ്ദത്തിൽ പറയുന്നതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. ദിവ്യപ്രഭ മരിയ എന്ന ബോൾഡായിട്ടുള്ള റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇവോൾവ് ആയ സ്ത്രീയാണെന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ സിദ്ധാർത്ഥ് ആയിട്ട് വന്ന ജിതിൻ പുത്തഞ്ചേരിയും നൈസായിരുന്നു. ഇതിന്റെ ക്യാമറ ഭയങ്കര രസമാണ്. സിനിമയുടെ ഒരു 80% ടോപ്പ് ആംഗിളിൽ നിന്നുള്ള വിഷ്വലുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ബെഡ്റൂം കാണിച്ചുകൊണ്ട് പല റൂംസിലെ പല ബെഡുകൾ, അതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, അതൊരു വെറൈറ്റി ആയിരുന്നു. പടം മുഴുവൻ ഈ ഒരു ആംഗിളിലുള്ള ഷോട്ടുകളായിരിക്കുന്നതാണ് ഞാൻ തുടക്കത്തിൽ പ്രതീക്ഷിച്ചത്. പക്ഷെ മാറ്റമുണ്ട്. കുറച്ച് സീനുകൾ, ഈ കഥയുടെ ഒരു പ്രത്യേകത കൊണ്ട് ചില സീനുകൾ അങ്ങനെ കാണിച്ചാൽ പറ്റില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. ബെൻഹർ ഭാസിയാണ് ഇതിന്റെ ക്യാമറ. ആഷിഖ് പുഷ്പരാജനാണ് എഡിറ്റിംഗ്. പടത്തിന്റെ ലെങ്ത് വളരെ കുറവാണ്. 1.5 മണിക്കൂർ മാത്രമേ സിനിമ ദൈർഘ്യമുള്ളൂ. ഈ സിനിമയും എല്ലാവർക്കും പറ്റിയൊരു പടമല്ല. വളരെ സ്ലോ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 18+ ആണ്. അഡൽട്ട് ലാംഗ്വേജ്, സെക്സ് സീൻസ്, ന്യൂഡിറ്റി ഒക്കെ പടത്തിലുണ്ട്. അത് ഓർക്കുക. സിനിമ എന്നാണ് തിയേറ്ററിൽ റിലീസ് ആവുക അല്ലെങ്കിൽ ഡിജിറ്റലി അവൈലബിൾ ആവുക എന്ന് എനിക്ക് അറിയത്തില്ല. തൽക്കാലം അതുകൊണ്ട് കാണാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലുകളിൽ മാത്രമേ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നുള്ളൂ. ഉടനെ തന്നെ കണ്ണൂരിൽ തളിപ്പറമ്പിലല്ലേ നടക്കുന്ന ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാണ് പടം പ്രദർശിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു Q&A സെഷനിൽ ജിയോ ബേബി പറഞ്ഞിരുന്നത്. എന്തായാലും ഈ 2 സിനിമകളും എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള പടങ്ങളാണ്. ഈ 2 സിനിമകൾ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീണ്ടും കാണാം. ശരിയാണ്.